So before discussing about self-referential structure, we want to discuss about pointer and structure. So we know about what is pointer. What is a pointer? Pointer is a variable that holds the address of a memory location. And what is a structure? Structure is a user-defined data type and it is a collection of different types of data under a common name. So in this section we discuss how structures are accessed by pointers. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചറിനെ നമ്മൾ എങ്ങനെ പോയിന്റർ വെച്ച് ആക്സസ് ചെയ്യാമെന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോയിന്ററും സ്ട്രക്ചറും അറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ രണ്ട് ടോപ്പിക്സും കൂടെ ഒന്ന് ഇന്റർകണക്ട് ചെയ്യാം. അതായത് നമുക്ക് അറിയാം സ്ട്രക്ചർ എങ്ങനെയാണ്. സ്ട്രക്ചറിൻ്റെ അകത്ത് വ്യത്യസ്തങ്ങളായ ഡാറ്റകളെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് അണ്ടർ എ കോമൺ നെയിം അല്ലേ. അപ്പോൾ ഈ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡാണ് സ്ട്രക്ട്. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എംപ്ലോയി എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സ്ട്രക്ട് ഇസ് ദ കീവേഡ്, എംപ്ലോയി ഈസ് ദ സ്ട്രക്ചർ നെയിം. സോ ഈ കെയിലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമുക്ക് വ്യത്യസ്തങ്ങളായ ഡാറ്റകൾ ആവശ്യമുള്ളതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രത്യേകത നമുക്ക് തന്നെ അറിയാം. സ്ട്രക്ചറിൻ്റെ അകത്തുള്ള ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ലോജിക്കലി റിലേറ്റഡ് ആണ്. ആ കറസ്പോണ്ടിങ് സ്ട്രക്ചറിന് ആവശ്യമായ ഡാറ്റകൾ മാത്രമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ എംപ്ലോയിക്ക് ആവശ്യമായ ഡാറ്റകളാണ് എംപ്ലോയി കോഡ്, എംപ്ലോയി നെയിം, സാലറി. നമ്മൾ 3 ഡാറ്റാസ് മാത്രമേ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തുള്ളൂ. എംപ്ലോയി കോഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു ഇൻറ്റീജർ ഡാറ്റയാണ്. സോ ഇൻറ്റ് എംപ്ലോയി കോഡ്. എംപ്ലോയി നെയിം എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ് അല്ലേ. സ്ട്രിങ് ഡിക്ലെയർ ചെയ്ത് ക്യാരക്ടർ അറേ ആയിട്ടാണ്. സോ ക്യാർ ഫോളോഡ് ബൈ ദ സൈസ് ഓഫ് ദ അറേ. ദെൻ സാലറി ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഫ്ലോട്ട് സാലറി. സോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഡാറ്റകളെ നമ്മൾ കളക്ട് ചെയ്തു. സോ ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻസൈഡ് എ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് എംപ്ലോയി. സാധാരണ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ആണ് സ്ട്രക്ചർ നെയിം സ്പേസ് ഒരു വേരിയബിളിൻ്റെ പേര് കൊടുത്തു. ഇവിടെ സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? എംപ്ലോയി അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക? എംപ്ലോയി സ്പേസ് ഫോർ എക്സാമ്പിൾ ഇ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇ. സോ ഇ ഈസ് എ വേരിയബിൾ. എന്തിനാണ് ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്? ഈ വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചർ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുക. ഏതൊക്കെയാണ് ഇവിടെ സ്ട്രക്ചർ എലമെൻറ്റ്സ്? എംപ്ലോയി കോഡ്, എംപ്ലോയി നെയിം, സാലറി. ഇതൊന്നും നമുക്ക് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു സ്ട്രക്ചർ വേരിയബിൾ വേണം അല്ലേ. അപ്പോൾ ഇ എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തെങ്കിൽ എനിക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം? ഇ ഡോട്ട് ഇ കോഡ്, ഇ ഡോട്ട് ഇ നെയിം, ഇ ഡോട്ട് സാലറി. ഇതെല്ലാം നമ്മൾ സ്ട്രക്ചർ പറയുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഇതറിയാത്തവരൊന്നും കൂടെ വേണം ടോപ്പിക് ഒന്നുകൂടെ റെഫർ ചെയ്യുക. എങ്ങനെയാണ് സ്ട്രക്ചർ വെച്ച് നമ്മൾ ഡാറ്റാസ് ആക്സസ് ചെയ്യുന്നതെന്ന് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മളുടെ സ്ട്രക്ചറിനെ പോയിന്റർ വെച്ച് ആക്സസ് ചെയ്യാം എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പോയിന്റർ എന്താണ്? പോയിന്റർ വേരിയബിളാണ്. പോയിന്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് മറ്റൊരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. ഇനി എങ്ങനെയാണ് സ്ട്രക്ചർ നമ്മൾ പോയിന്റർ വെച്ച് ആക്സസ് ചെയ്യുന്നത്? സോ ദിസ് ഈസ് ദ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നോക്കൂ, എംപ്ലോയി എന്താ ഇവിടെ? എംപ്ലോയി ഇസ് ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ അല്ലേ. പോയിന്റർ വേരിയബിൾ ആണെങ്കിൽ എന്ത് വേണം? സ്റ്റാർ വേണം. എംപ്ലോയി സ്പേസ് സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക എങ്ങനെയാണ്? എംപ്ലോയി സ്പേസ് ഒരു പേര് കൊടുത്തു, EPTR. അപ്പോൾ സ്റ്റാർ ഇല്ലെങ്കിൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഒരു വേരിയബിൾ നെയിം മാത്രമാണ്. ഇവിടെ സ്റ്റാർ വന്നതുകൊണ്ട് ഇത് എന്ത് വേരിയബിളാണ്? പോയിന്റർ വേരിയബിളാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ എംപ്ലോയി എന്ന് പറഞ്ഞ സ്ട്രക്ചറിനെ നമ്മൾ ആര് വെച്ച് ആക്സസ് ചെയ്യാൻ പോവുകയാണ്? ഒരു പോയിന്റർ വേരിയബിൾ വെച്ച്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. എംപ്ലോയി സ്റ്റാർ EPTR. സോ EPTR ഈസ് എ പോയിന്റർ വേരിയബിൾ. അത് ആരെയാണ് പോയിന്റ് ചെയ്യാൻ പോകുന്നത്? ഈ സ്ട്രക്ചറിനെയാണ് പോയിന്റ് ചെയ്യാൻ പോകുന്നത്. EPTR ഈസ് എ പോയിന്റർ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് എംപ്ലോയി ടൈപ്പ് ഡാറ്റ. അപ്പോൾ ഈ EPTR എന്ന് പറഞ്ഞാൽ പോയിന്ററിൻ്റെ അകത്ത് എന്തായിരിക്കും ഉണ്ടാവുക? സ്ട്രക്ചറിന് ആവശ്യമായ ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്ത് അതിൻ്റെ ബേസ് അഡ്രസ്സ് ആയിരിക്കും ആരിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? EPTRലേക്ക്. നോക്കൂ, അത് ഡിക്ലെയർ ചെയ്യുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. EPTR ഈക്വൽ ടു ന്യൂ എംപ്ലോയി. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. എന്താ ന്യൂ ഈസ് എ മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ. ഇവിടെ ആർക്കാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്? എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ്. വാട്ട് ഇസ് എംപ്ലോയി? എംപ്ലോയി ഇസ് എ സ്ട്രക്ചർ അല്ലേ. ആ സ്ട്രക്ചറിന് വേണ്ട മെമ്മറി അലോക്കേറ്റ് ചെയ്ത് അതിൻ്റെ ബേസ് അഡ്രസ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആരിലേക്ക് സ്റ്റോർ ചെയ്തു? EPTR എന്ന് പറഞ്ഞാൽ പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. എങ്ങനെയാണ് സ്ട്രക്ചറിനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമുക്കൊന്ന് റെഫർ ചെയ്യാം. നോക്കൂ, ഇവിടെ എന്തൊക്കെ ഡാറ്റാസ് ഉണ്ട്? എംപ്ലോയി കോഡ് ഇൻറ്റീജറാണ്. എത്ര ബൈറ്റ് മെമ്മറി വേണം? 4 ബൈറ്റ്. എംപ്ലോയി നെയിം ക്യാരക്ടറാണ്,
പക്ഷേ ക്യാരക്ടർ അറേ ആണ് അല്ലേ, ക്യാരക്ടറിന് 1 ബൈറ്റ് മതി, അറേ ആയതുകൊണ്ട് എത്ര ബൈറ്റ് വേണം, 10 ബൈറ്റ്സ്. സാലറി ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്, എഗെയിൻ ഇറ്റ് നീഡ്സ് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. മൊത്തം എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം, 4 + 10 + 4, ദാറ്റ് മീൻസ് 18 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഈസ് നീഡഡ്. അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് കണ്ടോ. എംപ്ലോയി കോഡ് 4 ബൈറ്റ്സ്, എംപ്ലോയി നെയിം 10 ബൈറ്റ്സ്, സാലറി 4 ബൈറ്റ്സ്, ടോട്ടൽ 18 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഈസ് അലോക്കേറ്റഡ്. അതിൻ്റെ ബേസ് അഡ്രസ് ആരിലേക്ക് സ്റ്റോർ ചെയ്തു, ഈ PTR എന്നാണ് പോയിന്ററിലേക്ക് സ്റ്റോർ ചെയ്തു. ഈ പോയിന്റർ വെച്ച് നമുക്ക് ആരെ ആക്സസ് ചെയ്യാം, എംപ്ലോയി കോഡിനെ ആക്സസ് ചെയ്യാം, എംപ്ലോയി നെയിമിനെ ആക്സസ് ചെയ്യാം, സാലറിനെ ആക്സസ് ചെയ്യാം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇറ്റ് അലോക്കേറ്റ്സ് 18 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആൻഡ് ഇറ്റ്സ് അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ ദ പോയിന്റർ EPTR. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത്ര മാത്രം എംപ്ലോയി എന്നുള്ള സ്ട്രക്ചർ, ഏത് സ്ട്രക്ചറാണോ സ്ട്രക്ചറിനൊരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, അതിനാവശ്യമായ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. സോ ആവശ്യം മെമ്മറി അലോക്കേറ്റ് ചെയ്താൽ മാത്രം പോലെ നമുക്ക് എന്തുകൂടെ ആക്സസ് ചെയ്യണം, അതിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യുകയും ചെയ്യണം, ആവശ്യമുള്ള വാല്യൂ ഔട്ട്പുട്ട് ചെയ്യുകയും ചെയ്യണം. ദാറ്റ് മീൻസ് സ്ട്രക്ചർ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യണം. എങ്ങനെയാണ് പോയിന്റർ വെച്ച് സ്ട്രക്ചർ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാധാരണ ഒരു സ്ട്രക്ചർ വേരിയബിൾ വെച്ച് നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക, സ്ട്രക്ചർ വേരിയബിൾ വെച്ച് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് അല്ലേ. ഇവിടെ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ അല്ല യൂസ് ചെയ്യുന്നത്, നമ്മളൊരു പോയിന്റർ വേരിയബിൾ ആണ്. സോ ചെറിയ ഡിഫറൻസ് ഉണ്ട്. So the syntax for accessing the elements of a structure using pointer is as follows. ഇതാണ് സ്ട്രക്ചർ, ഒരു പോയിന്റർ വെച്ചിട്ട് സ്ട്രക്ചർ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാനുള്ള സിൻടാക്സ് ആണ്. സ്ട്രക്ചർ പോയിന്റർ, ഏരോ മാർക്ക്, എലമെൻറ്റ് നെയിം. സാധാരണ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യാറ് അല്ലേ. പോയിന്റർ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ആരെ ആക്സസ് യൂസ് ചെയ്യണം, ഏരോ മാർക്ക് യൂസ് ചെയ്യണം. സ്ട്രക്ചർ പോയിന്റർ, ഏരോ മാർക്ക്, എലമെൻറ്റ് നെയിം. സോ സ്ട്രക്ചർ പോയിന്റർ ആൻഡ് എൻ എലമെൻറ്റ് ഈസ് കണക്റ്റഡ് യൂസിങ് ആരോ ഓപ്പറേറ്റർ. മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ സാധാ വേരിയബിൾ വെച്ച് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് സ്ട്രക്ചർ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നതെങ്കിൽ പോയിന്റർ വേരിയബിൾ വെച്ച് നമ്മൾ ഏരോ മാർക്ക് വെച്ചിട്ടാണ് സ്ട്രക്ചർ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുക. ഇവിടെ നോക്കിക്കോളൂ, എക്സാമ്പിൾ എംപ്ലോയി കോഡ് നമുക്ക് ആക്സസ് ചെയ്യണം. നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത വേരിയബിളാണ് EPTR എന്ന് പറഞ്ഞാൽ പോയിന്റർ വേരിയബിൾ. EPTR ഏരോ മാർക്ക് എംപ്ലോയി കോഡ് ഈക്വൽ ടു 6573. സ്വാഭാവികമായിട്ട് ഈ വാല്യൂ ഇതിലേക്ക് സ്റ്റോർ ചെയ്തു, എംപ്ലോയി കോഡിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് നെയിം കൊടുക്കണം. നെയിം വെറുതെ ആക്സസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഇവിടെ പോയിന്റർ വേരിയബിൾ ആണ്. EPTR ഏരോ മാർക്ക് എംപ്ലോയി നെയിം. വാട്ട് ഈസ് ഗെറ്റേഴ്സ്? ഗെറ്റേഴ്സ് ഇസ് എ സ്ട്രിംഗ് ഫംഗ്ഷൻ യൂസ്ഡ് ടു ഇൻപുട്ട് എ സ്ട്രിംഗ്. ഓൾറെഡി വി ഡിസ്കസ്ഡ് ഇൻ +1. ഇതെന്താ, സാലറി ആക്സസ് ചെയ്യണം, സാലറി ഇൻപുട്ട് ചെയ്യണം. സാലറി സീൻ നടത്തി നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യണം. വെറുതെ സാലറി ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ EPTR ഏരോ മാർക്ക് സാലറി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ട്രക്ചർ വെച്ച് പോയിന്റർ വെച്ച് ആക്സസ് ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചർ പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് സിൻടാക്സ് ഇതാണ്. സ്ട്രക്ചർ നെയിം സ്പേസ് പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, അതിനാവശ്യമായ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, അതിലെ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഡോട്ട് ഓപ്പറേറ്റർ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ്, ഏരോ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുക. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ എ നോർമൽ വേരിയബിൾ ആൻഡ് സ്ട്രക്ചർ നോർമൽ വേരിയബിൾ ആസ് വെൽ ആസ് ദ പോയിന്റർ വേരിയബിൾ. എങ്ങനെയാണ് സ്ട്രക്ചർ വെച്ചിട്ട് വേരിയബിൾസ്, അതായത് വേരിയബിൾ വെച്ച് സാധാ വേരിയബിൾ വെച്ചിട്ട് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് പോയിന്റർ വേരിയബിൾ വെച്ച് ആക്സസ് ചെയ്യുന്ന ഡിഫറൻസ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. സോ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോവുകയാണ്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. So self-referential structure is a structure in which one of the element is a pointer to the same structure. No definition പറയാം. Self-referential structure is a structure in which one of the element is a pointer to the same structure. അപ്പോൾ ഇത് ഒരു സ്ട്രക്ചർ തന്നെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഈ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള ഒരു എലമെൻറ്റ് അത് സ്വയം അവനവനെ തന്നെ പോയിന്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. ഒന്ന് വ്യക്തമാക്കി തരാം. ഇപ്പോൾ നോക്കൂ, ഇവിടെ എംപ്ലോയി എന്ന് പറഞ്ഞ സ്ട്രക്ചർ അല്ലേ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. സ്ട്രക്ട് എംപ്ലോയി, അതിൻ്റെ അകത്ത് എംപ്ലോയി കോഡ് ഡിക്ലെയർ ചെയ്തു, എംപ്ലോയി നെയിം, സാലറി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത എന്താ മനസ്സിലായോ? എംപ്ലോയി എന്താണ്, എംപ്ലോയി ഈസ് ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ. സ്റ്റാർ EP എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ പോയിന്റർ വേരിയബിൾ. അത് ആരെ തന്നെ പോയിന്റ് ചെയ്തത്, അത് സ്വയം തന്നെ പോയിന്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. എംപ്ലോയി കോഡ്, എംപ്ലോയി നെയിം, സാലറി, എഗെയിൻ ഇറ്റ്സെൽഫ് സ്വയം പോയിന്റ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്ന ഡെഫിനിഷൻ. ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദ എലമെൻറ്റ് ഈസ് എ പോയിന്റഡ് ടു ദ സെയിം സ്ട്രക്ചർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഉപയോഗം എന്താണെന്നല്ലേ. ഈ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ചില പർട്ടിക്കുലർ കേസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ടോപ്പിക്കാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ.
So self-referential structure is one of the powerful tool in C++ language that helps to develop dynamic data structure. നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷനെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ. നമ്മൾ കേൾക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. സോ അതിൻ്റെ എക്സാമ്പിളാണ് ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രീ എക്സെട്ര. ഇതിൽ ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. അപ്പോൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു C++ കൺസെപ്റ്റാണ് എന്ത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഇനി നമ്മൾ ആ പോയിന്റ് അവിടെ പറയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കണം എന്താണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഓക്കെ, ഇപ്പോൾ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ മീൻസ് ഈ കളക്ഷൻ ഓഫ് ഡാറ്റ ഫോർ വിച്ച് മെമ്മറി വിൽ ബി അലോക്കേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം. റൺ ടൈമിലാണ് ആസ് യൂഷ്വൽ നമ്മൾ പറയാറില്ലേ ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഡാറ്റ സ്ട്രക്ചർ, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് റൺ ടൈം മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ആ ടോപ്പിക് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ആര് യൂസ് ചെയ്യുക? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ യൂസ് ചെയ്യുക. അപ്പോൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദ എലമെൻറ്റ് ഈസ് എ പോയിന്റർ ടു ദ സെയിം സ്ട്രക്ചർ.